ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജനുവരി 21, 2023 മെഡിക്കൽ എഡ്യൂക്കേഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്ന PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 85 മുതൽ 100 വരെയുള്ള പോർഷൻസ് ആണ്. മെയിനായിട്ട് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 011/2022 അതുപോലെ 076/2022 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the process of elution during electrophoresis is. electrophoresis എന്ന പ്രോസസ്സ് നടക്കുമ്പോഴുള്ള എല്യൂഷൻ പറഞ്ഞ പ്രോസസ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ലോഡിംഗ് DNA ആണോ, റെസ്ട്രിക്ഷൻ ഡൈജഷൻ ആണോ, സ്റ്റെയിനിങ് ആണോ, അതോ സെപ്പറേറ്റഡ് DNA fragments are cut out from agarose gel and extracted from gel piece ആണോ? ഇതിലേതാണ് എല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഡി ആണ്. സെപ്പറേറ്റഡ് DNA fragments are cut out from agarose gel and extracted from gel ആണ്. Second question, a single stranded DNA or RNA which is tagged with a radioactive molecule used in molecular diagnosis is known as. molecular diagnosis ന് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ സ്ട്രാൻഡഡ്, അത് DNA-യോ RNA ആവാം, അതിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മോളിക്യൂളായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോളിക്കുലർ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന ആ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA or RNA പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രോബ്, പ്രൈമർ, cDNA, RNA-I ഇതിലേതാണ് ആ വരുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA എന്ന് പറയുന്നത്? അതിന് പറയുന്ന പേരാണ് പ്രോബ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ. മാവും ഓർക്കിഡ് ചെടിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താ പറയുക? നമുക്കറിയാം പലതും നമ്മളുടെ ഭൂമിയിലുള്ള പല ജീവികളും തമ്മിൽ കുറച്ച് ഇന്ററാക്ഷൻസ് ഉണ്ട്. അവർ സർവൈവലിന് വേണ്ടിയിട്ടോ, അപ്പൊ ചിലത് എന്ത് ചെയ്യും, മറ്റേതിന് ദോഷം ചെയ്യാം, ചിലത് തമ്മിൽ ദോഷം ഇല്ലാണ്ട് അവരവരുടെ വഴിക്ക് പോകും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ പശുവും അതേപോലെ തന്നെ കുറ്റിയും കൂടെ അങ്ങനെ അടുത്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പശുവും കാക്കയും കൂടെ ആകുമ്പോൾ അല്ലെ, അവർ തമ്മിൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ്? പശുവിന്റെ ശരീരത്തിലുള്ള ചെള്ളൊക്കെ ആര് കഴിക്കും? കാക്ക കഴിക്കും. അപ്പോൾ കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും മാറും പറയില്ല. അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ഓർക്കിഡും മാവും മാംഗോ ട്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പേര് പലതുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ ഇത്തിൽക്കണ്ണി മാവിന്റെ മുകളിൽ വന്നിരിക്കുകയെന്ന് പറയുന്ന സമയത്ത് ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യും? മാവിൽ നിന്നുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് മാവിന് ദോഷം ചെയ്യാം. അത് പാരസൈറ്റിസം പറയുന്നത് അല്ലെ. അപ്പൊ അതേപോലെ ഈ ഓർക്കിഡും മാംഗോ ട്രീയും തമ്മിലുള്ള എക്കോളജിക്കൽ ഇന്ററാക്ഷൻസിന് പറയുന്ന പേരെന്താണ്? അമെൻസാലിസം, മ്യൂച്വലിസം, കമൻസാലിസം, പാരസൈറ്റിസം. മ്യൂച്വലിസം പറയുമ്പോൾ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ പശുവിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് അത് പശുവിന് ഗുണമാണ്, ചെള്ളു പോയി കിട്ടും, കാക്കിക്കും ഗുണമാണ്, വിശപ്പ് മാറി കിട്ടും അല്ലെ. അത് മ്യൂച്വലിസത്തിൽ വരുന്നത്. പാരസൈറ്റിസം പറയുമ്പോൾ ആര് വരും? നമ്മളുടെ ഇത്തിൽക്കണ്ണിയും അതുപോലെ തന്നെ മാവും തമ്മിലുള്ള റിലേഷൻ വരും. അപ്പൊ ഇവിടെ കമൻസാലിസം ആണ് ഈ പറയുന്നത്. കാരണം ഓർക്കിഡ് മാംഗോ ട്രീക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല, അതിന് ജീവിക്കാനുള്ള ഒരു ഇടം മാത്രമാണ് മാംഗോ ട്രീ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഇന്ററാക്ഷന് പറയുന്ന പേരാണ് കമൻസാലിസം എന്ന് പറയുന്നത്. ഇനി അമെൻസാലിസം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഈ രണ്ട് സ്പീഷീസിൽ ഒന്ന് ഡിസ്ട്രോയ് ആവാൻ ചാൻസ് ഉണ്ട്, മറ്റേതിന് അത് ഒന്ന് നശിക്കുകയും ചെയ്യും, മറ്റേതിന് വലിയ കുഴപ്പമില്ല. ആ രീതിയിലുള്ള ഇതാണ് എന്തെന്ന് പറയുന്നത് അമെൻസാലിസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അമെൻസാലിസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലിഫന്റും അതുപോലെ തന്നെ ചെറിയ ഈ കുഴിയിലൊക്കെ ജീവിക്കുന്ന, അതായത് ബറോയിൽ ജീവിക്കുന്ന അനിമൽസ് ഉണ്ടാവില്ലേ, അതേപോലെ ചെറിയ നെസ്റ്റിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഈ ആനയുടെ വഴിക്ക് കൊണ്ട് പോകും. ചിലപ്പോൾ അതെന്തെങ്കിലും അറിയാണ്ട് വന്നൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഈ ജീവികളൊക്കെ നശിച്ചു പോകും. അപ്പൊ അതിൽ ആനയ്ക്ക് വലിയ കുഴപ്പം വരുന്നില്ല, പക്ഷെ മറ്റേ ജീവികളൊക്കെ എന്താവുന്നുണ്ട്? ഡിസ്ട്രോയ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ആണ് എന്ത്? അമെൻസാലിസ് എന്ന് പറയുന്നത്. അടുത്തത്, നെയിം ദ എക്കോളജിക്കൽ പിരമിഡ് വിച്ച് ഈസ് ഓൾവേസ് അപ്രൈറ്റ്. എപ്പോഴും അപ്രൈറ്റ് ആയിട്ടുള്ള എക്കോളജിക്കൽ പിരമിഡ് ഏതാണ്? പിരമിഡുകൾ പല ടൈപ്പ് ഉണ്ട് അല്ലേ. ഓരോ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് പിരമിഡുകൾ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക, ചിലത് എന്തായിരിക്കും? തലതിരിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഇൻവേർട്ടഡ് പിരമിഡ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ നമ്പർ പിരമിഡ് ഉണ്ട്, ബയോമാസ് പിരമിഡ് ഉണ്ട്, എനർജി പിരമിഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് പിരമിഡ് ഉണ്ട്. ഇതിൽ ഒരു പിരമിഡ് ഏത് സമയം നോക്കിയാലും അതെന്തായിരിക്കും? ഈ പറയുന്ന ഇൻവേർട്ടഡ് ആവില്ല, എപ്പോഴും അതെന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പിരമിഡ് ഏതാണെന്നാണ് ചോദ്യം. അത് ഏതാണ്? അത് എനർജി പിരമിഡ് ആണ്. അത് എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി ഒരു ട്രോപ്പിക്കൽ ലെവലിൽ നിന്ന് മറ്റൊരു ട്രോപ്പിക്കൽ ലെവലിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയ എനർജി ലോസ് ഉണ്ടാവും. ഹീറ്റ് ആയിട്ടൊക്കെ അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ സെയിം എനർജി അടുത്തിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല.
പറയാൻ പറ്റുന്ന അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും അതിന്റെ പിരമിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും എനർജി എടുക്കുന്ന സമയത്ത് അത് അപ്രൈറ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ നോക്കിയോളൂ, നമ്മളിപ്പോൾ ഏറ്റവും താഴെ എന്താ വരിക, പ്രൊഡ്യൂസേഴ്സാ വരിക അല്ലെ, പ്ലാന്റുകൾ. ഈ പ്ലാന്റുകളിൽ നിന്നും പ്ലാന്റിന്റെ ഭക്ഷിക്കുന്ന പ്രൈമറി പ്രൊഡ്യൂസർ വരും. ആ പ്രൈമറി കൺസ്യൂമർ വരും. ഈ പ്രൈമറി കൺസ്യൂമറിന് ഭക്ഷിക്കുന്ന സെക്കൻഡറി കൺസ്യൂമർ വരും. അപ്പൊ ഇവിടുന്ന് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തിലേക്ക് എനർജി ഉണ്ടായിരിക്കുകയാണ് ചെയ്യാം, വ്യത്യാസം വരികയാണല്ലേ ചെയ്യുക. എന്തായാലും കുറഞ്ഞിട്ടേ അവിടെ പോവുള്ളൂ. അപ്പൊ ഏറ്റവും അവസാനം എത്തുന്ന സമയത്ത് എനർജി കുറച്ചുകൂടെ കുറയുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ഇതെന്തായിരിക്കും, അപ്രൈറ്റ് തന്നെ ആയിരിക്കും. ഫങ്ഷൻ ഓഫ് ദ ന്യൂക്ലിയോലസ് ഈസ്, ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. സെല്ലിന്റെ മർമ്മമാണ് അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്തുള്ളൊരു ചെറുതാണ് ഈ പറഞ്ഞ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അത് എന്താണ് ചെയ്യുന്നത്, കൺട്രോളിങ് സെൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാണോ ചെയ്യുക. ബയോസിന്തസിസ് ഓഫ് റൈബോസോം സബ് യൂണിറ്റ്സ് ആണോ ചെയ്യുന്നത്. മോട്ടിലിറ്റി ഓഫ് സെൽ ആണോ, അതേപോലെ ഫോർമേഷൻ ഓഫ് ബേസൽ ബോഡീസ് ആണോ. എന്താണ് ഈ പറയുന്ന ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ. ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബയോസിന്തസിസ് ഓഫ് റൈബോസോം സബ് യൂണിറ്റ്സ്. റൈബോസോം സബ് യൂണിറ്റുകളുടെ ബയോസിന്തസിസിനാണ് ആവശ്യം വരുന്നത്, ഈ പറഞ്ഞ ന്യൂക്ലിയോലസ് ചെയ്യുന്നത്. ന്യൂക്ലിയോലസ് എന്ത് ചെയ്യും, റൈബോസോം സബ് യൂണിറ്റ്സിന്റെ ബയോസിന്തസിസ് ചെയ്യുക. Terminalization of chiasmata occur at which stage of prophase 1? നമുക്കറിയാം മൈറ്റോസിസും മിയോസിസും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ പല ഫേസുകൾ ഉണ്ട് അല്ലെ, പ്രോഫേസ്, മെറ്റാഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ പിന്നെയും കുറെ എന്തുണ്ട്, സബ്ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കയാസ്മാറ്റ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ 2 ക്രോമസോമുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ നമ്മുടെ ആൾക്കാർ വരുന്നത്. അപ്പൊ ഇതിൽ ഈ ക്രൊമാറ്റിഡുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഒരു ക്രോസ് അവിടെ നടക്കാറുണ്ട് അല്ലെ. ഇതിങ്ങനെ ക്രൊമാറ്റിഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ക്രോസ് നടക്കാറുണ്ട്. ഈ ക്രോസ് നടക്കുന്ന ആ പോർഷനാണ്, അതായത് ഇവിടെ അല്ലേ ക്രോസ് വരുന്നത്, ഈ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആ പോർഷന് പറയുന്ന പേരാണ് കയാസ്മാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കയാസ്മാറ്റ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്രോമാറ്റിൻ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും വേണം. അപ്പൊ കയാസ്മാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അനാഫേസ് 1 ആവുന്നത് വരെ ഈ പറയുന്ന ഹോമോലോഗസ് ക്രോമസോമിനെ ലിങ്ക് ചെയ്ത് നിർത്തുന്നത് ഈ പറയുന്ന കയാസ്മാറ്റ എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ ഇതില് ഈ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ നടക്കുന്നുണ്ട്. അത് പ്രോഫേസിലെ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്, ഈ പറയുന്ന കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്, ഡയാകൈനസിസ്. ആ ടൈമിലാണ് എന്ത് സംഭവിക്കുന്നത്, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ എന്ന് പറയുന്നത് നടക്കുന്നത്. ഓക്കെ, പ്രോഫേസ് 1 ഡയാകൈനസിസ് ആ സ്റ്റേജിലാണ് കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നത്. ഈ പറയുന്ന കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ പറയുന്നത് തുടക്കുന്നത് ഡൈക്ലോട്ടീനിന്റെ ആ ഫേസിലാണ്. അത് കഴിഞ്ഞാൽ പാക്കറ്റിന്റെ സമയത്ത് രണ്ടും തമ്മിൽ ക്രോസ് ഓവർ നടക്കും. നമ്മൾ പറഞ്ഞ ഇപ്പൊ ക്രോസ് ചെയ്യുന്ന ഈ പ്രോസസ്സ് ഇത് നടക്കും. എന്നിട്ട് ടെർമിനലൈസേഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്, ഡയാകൈനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സമയത്താണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഡയാകൈനസിസ് പറഞ്ഞാൽ എന്താ, മിയോസിസില് പ്രോഫേസിലുള്ള ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന ഡയാകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ occur at which stage of prophase 1? അത് ഡയാകൈനസിസ് പറഞ്ഞ സ്റ്റേജ് ആണ്. The transmission of HIV infection in human being generally not occurs by sharing infected injection needles from infected mother to her child, by drinking water using the same glass, by sexual contact with infected person. HIV transmission എങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. HIV ട്രാൻസ്മിഷൻ താഴെ തന്നിരിക്കുന്നതിൽ എങ്ങനെ നടക്കില്ല എന്നാണ് ചോദിക്കുന്നത്. ഇഞ്ചക്ഷൻ, അതായത് എയ്ഡ്സ് ഉള്ള ഒരാളെ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള അതേ സെയിം നീഡിലുകൊണ്ട് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ നമുക്കത് പകരാം. അപ്പൊ അത് വരില്ല, ആദ്യത്തെ വരില്ല. അമ്മയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടിയിലേക്ക് പകരാം, അതും വരില്ല. സെക്ഷൽ കോൺടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പകരും. ഒരു സെക്ഷൽ ഡിസീസ് കൂടിയാണ് അല്ലെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൂടിയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വരാം, ഒരാൾ ഒരു വെള്ളം കുടിച്ചു, ആ സെയിം ഗ്ലാസ് യൂസ് ചെയ്തിട്ട് മറ്റൊരാൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പകരുന്നുണ്ടാവില്ല. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. Pseudocylum is found only in animals belonging to the phylum. Pseudocylum എന്ന് പറയുന്നത് ഏത് ഫൈലത്തിലുള്ള അനിമൽസിലാണ് കാണുന്നത്, നിഡേറിയ, ആസ്കെൽമെന്തസ്, മൊളസ്ക, എക്കിനോഡെർമാറ്റ. അത് ഫൈലം ആസ്കെൽമെന്തസിലാണ് ഈ പറയുന്ന സ്യൂഡോസീലം കാണുന്നത്. ഈ ആസ്കെൽമെന്തസ് എന്ന് പറയുന്നത് ശരിക്കും റൗണ്ട് ബേംസ് ഒക്കെ തന്നെയാണ് കേട്ടോ. അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഈ പറയുന്ന സ്യൂഡോസീലമാണ്. അത് സീലം പറയുന്ന സംഭവമില്ല, സീലം പോലെ തോന്നിക്കുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് അതിന് സ്യൂഡോസീലം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. സ്യൂഡോസീൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാസ് ഹെൽമിന്തസിലാണ് ഉണ്ടാകുന്നത്, അതായത് റൗണ്ട് വേംസിനൊക്കെയാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഈസ് നോട്ട് ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ഹ്യൂമൻ ബീയിങ്? ഏത് ഫാക്ടറാണ് ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷന് ഫേവറബിൾ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ഹൈ PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ലോ PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈ ടെമ്പറേച്ചർ, ലോ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോട്ട് ഫേവറബിൾ എന്നാണ് ചോദിക്കുന്നത്. PO2 എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, അതിന് അർത്ഥം എന്താണ്? വിച്ച് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് PO2 എന്ന് മനസ്സിലാക്കുക. PCO2 ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്രത്തോളം ആ ബ്ലഡിൽ അവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ ഫേവറബിൾ അല്ലാത്തതെന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ്റെ, അതായത് ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ, അതിനാണല്ലോ, അതായത് നമുക്കറിയാം ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ബോഡിയിൽ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ആണ്. അപ്പൊ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനിലാണ് ഈ പറഞ്ഞ ശ്വസിക്കുന്ന ഓക്സിജൻ വന്ന് പറ്റിപ്പിടിക്കുക. എന്നിട്ട് എവിടേക്കാണോ ഓക്സിജൻ വേണ്ട അവിടേക്ക് ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ഏറ്റിക്കൊണ്ട് പോകുന്നത് അല്ലെ. അപ്പോൾ അവിടെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് അവിടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ, അനീമിക്കൊന്നും ആവാൻ പാടില്ല അല്ലെ. ഹീമോഗ്ലോബിൻ അത്യാവശ്യത്തിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഹൈ PO2, ലോ CO2, ലോ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഒക്കെ വരാം. അവിടെ ടെമ്പറേച്ചർ വലിയ ഫാക്ടർ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ അവിടെ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ താഴെ തന്നിരിക്കുന്നതിൽ. അടുത്തത്, നെയിം ദ സെൽസ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റാക്കുലർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. ഏത് സെല്ലാണ് ഈ പറയുന്ന ആൻഡ്രോജൻസ് സിന്തസൈസ് ചെയ്യുന്നത്? ലേഡിക് സെൽസ്, സെർട്ടോളി സെൽസ്, മെയിൽ ജേം സെൽസ്, സ്പെർമാറ്റിക്സ്. ഏതാണ്? നമുക്കറിയാം ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്നത് ലേഡിക് സെൽസ് ആണ്. ഓപ്ഷൻ എ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, കാർബോഹൈഡ്രേറ്റ്സ് ആർ നോട്ട് ഡൈജസ്റ്റഡ് ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ്ങിൽ അതിന്റെ കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റൊമക്കിൽ ഡൈജസ്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്തായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, പെപ്സിൻ ക്യാൻ ഡൈജസ്റ്റ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പെപ്സിന് വളരെ ചെറിയ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ? There are no carbohydrates in the gastric juice. Gastric juiceൽ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണോ? Salivary amylase becomes denatured by the HCl in stomach. സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് സലൈവറി അമിലേസിനെ ഡീനേച്ചർ ചെയ്യുന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ആവാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ഓപ്ഷൻ 2ഉം 3ഉം ആണ് കേട്ടോ. അപ്പോൾ അവിടെ കാർബോഹൈഡ്രേറ്റ്സ് ഗാസ്ട്രിക് ജ്യൂസിൽ ഇല്ല, അല്ലെങ്കിൽ സലൈവറി അമിലേസ് ബിക്കം ഡീനാച്ചർഡ് ബൈ ദ HCl in stomach. ആ രണ്ട് കണ്ടീഷൻ കാരണമാണ് എന്ത് കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റഡ് ആവാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ QRS കോംപ്ലക്സ് ഇൻ ആൻ ECG ഓഫ് എ മാൻ റെപ്രസെന്റ്സ്. നമ്മൾക്കറിയാം ECG എടുക്കുന്ന സമയത്ത് ഒരു ചിത്രം ഉണ്ടല്ലോ അല്ലെ, PQRS ഒരു കോംപ്ലക്സ്. ഇതാണല്ലേ ആ ചിത്രം എന്ന് പറയുന്നത്, PQRST എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഈ ചിത്രം. അപ്പൊ ഇതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. എന്താണ് P, എന്താണ് Q, എന്താണ് R എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഈ QRS ഈ കോംപ്ലക്സ് ഇത് ഒരൊറ്റ സെക്ഷൻ ആണ് അല്ലെ. ഈ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? QRS ഈ കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണോ, ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണോ, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണോ, ഏരിയൽ റീപോളറൈസേഷൻ ആണോ? ഇതിൽ ഓരോന്നും എന്താണെന്നാണ് ചോദ്യം. ഓരോന്നല്ല, QRS കോംപ്ലക്സ് എന്താണെന്നാണ് ചോദ്യം. അത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ് QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ECGക്ക് 5 പാർട്ട് ഉള്ളത്. ഒന്ന് P വേവ് ഉണ്ട്, Q വേവ്, R വേവ്, S വേവ്, T വേവ്, U വേവ് എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ടും 5 പാർട്ടുള്ളത്. ഇത് മൊത്തം ഈ ഒരു സെക്ഷൻ ഒറ്റ തവണ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര സെക്കൻഡ് വേണം? 0.8 സെക്കൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അതിൽ P വേവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ റെപ്രസെന്റ്സ് ദ ഇലക്ട്രിക്കൽ ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ ഓഫ് ഹാർട്ട്. ഹാർട്ടിൽ ചേമ്പേഴ്സ് ഉണ്ടല്ലോ, ഏട്രിയം അതുപോലെ വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതില് ഏട്രിയത്തിന്റെ ഡീപോളറൈസേഷൻ നടക്കുന്നതാണ് ഈ P വേവിൽ നമ്മൾ കാണുന്നത്. അതുപോലെ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ ECGയിൽ പ്രധാനമായിട്ടുള്ള സ്പൈക്ക് ആണ്. മെയിൻ സ്പൈക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് QRS കോംപ്ലക്സ് ആണ്. അത് പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? വിച്ച് റെപ്രസെന്റ്സ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ് ഈ QRS കോംപ്ലക്സിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്
റീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ ആണ്. അത് ടി വേവിലാണ് കാണുന്നത്. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഏതിലാണ് കാണുന്നത്? ടി വേവിലാണ് കാണുന്നത്. ഇപ്പൊ പി വേവ് എന്ന് പറയുന്ന സമയത്ത് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്. QRS എന്ന് പറയുന്ന സമയത്ത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. ഈ ടി വേവ് എന്ന് പറയുന്ന റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. ഓക്കെ, ഇത് ആദ്യത്തെ രണ്ടെണ്ണം ഡീപോളറൈസേഷൻ ആണ്. അതാണ് അതിന്റെ മീനിങ്. അത് ഓരോന്നിന്റെ മീനിങ് ഇതൊക്കെയാണ് കേട്ടോ. അടുത്തത് നെയിം ദ ക്രോമസോമൽ ഡിസോർഡർ ഇൻ വിച്ച് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എക്സ്പ്രസസ് ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്ന ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴ്ത്തുന്നിരിക്കുന്ന ഏത് ക്രോമസോം ഡിസോർഡർ ആണ്? അത് ഡൗൺ സിൻഡ്രോം ആണോ, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആണോ, ടേണർ സിൻഡ്രോം ആണോ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണോ? അത് എന്താണ്? അത് ഓപ്ഷൻ ബി ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആണ് അല്ലെ. ഈ ക്ലിൻഫിൽട്ടർ സിൻഡ്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിന് അവിടെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരും. അതാണ് ഈ പറയുന്ന ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത്. സാധാരണ ബോയ് എന്ന് പറയുമ്പോൾ XY അല്ലേ ക്രോമസോം വരേണ്ടത്. അതിന് പകരമായിട്ട് XXY വരും. അതൊരു ഫെമിനിസം കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ബോഡിയിൽ തന്നെ അതിലുള്ള ചില മാറ്റങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ക്ലിൻഫിൽട്ടർ സിൻഡ്രം ഉള്ള ആളുകളുടെ ബോഡി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫെമിനിൻ പോലെ തോന്നിക്കും. ക്രോമസോമിലുള്ള ഒരു തകരാറാണ് ഇതിന് കാരണം വരുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഓഫ് DNA. DNAയിലെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ the strand which acts as a template for RNA synthesis. RNA synthesisനുള്ള template ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? കോഡിംഗ് സ്ട്രാൻഡ് ആണോ, ഇൻട്രോൺ ആണോ, എക്സോൺ ആണോ, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണോ? അത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് കേട്ടോ. An increased blood flow to atria of human heart stimulates the release of atrial natriuretic factor which will leads to. അതായത് ഹ്യൂമൻ ഹാർട്ടിലെ ഏട്രിയത്തിലേക്ക് നല്ലോണം ബ്ലഡ് ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? അവിടെ ANF പറയുന്നത് അവിടെ റിലീസ് ചെയ്യാനുണ്ട്. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ വാസോ ഡയലേഷൻ നടക്കുമോ, ഇൻക്രീസ് GFR നടക്കുമോ, ഇൻക്രീസ് യൂറിൻ ഫോർമേഷൻ നടക്കുമോ, ഡിക്രീസ് ബ്ലഡ് പ്രഷർ നടക്കുമോ? എന്താണ് സംഭവിക്കുക? വാസോ ഡയലേഷൻ നടക്കും. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ അവിടെ ഡിക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. ANF നാട്രി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നേട്രിയം എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം അല്ലെ. സോഡിയത്തിനെ നമ്മൾ സയന്റിഫിക് എഴുതുമ്പോൾ അങ്ങനെയല്ലേ സോഡിയം എഴുതുക? അതാണ് ഈ നേട്രിയം. അതാണ്. അപ്പൊ അവിടെ ഈ സോഡിയത്തിന്റെ അളവ് അവിടെ എന്ത് ചെയ്യണം? റിലീസ് ആവണം ആക്ച്വലി ANFിലൂടെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ BP അവിടെ കുറഞ്ഞ് വരുന്നു. ഈ ANF എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതൊരു 28 അമിനോ ആസിഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇത് പ്രധാനമായിട്ടും ഹാർട്ടിലെ ഏട്രിയ ആണ് റിലീസ് ചെയ്യുന്നത്. ഈ ഏട്രിയൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമല്ലോ, ബ്ലഡ് വരുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്യും, കൂടും കുറയൊക്കെ ചെയ്യില്ലേ. അതിന് ആ സ്ട്രെച്ചിങ് കാരണമാണ് ഈ പറയുന്ന ആ റെസ്പോൺസ് അനുസരിച്ചാണ് ANF എന്ത് ചെയ്യുന്നുണ്ടാവുക, റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇത് ആക്ച്വലി കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അവിടെ സോഡിയം എക്സ്ക്രീഷനും അതുപോലെ GFRനെയൊക്കെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ANF പ്രധാനമായിട്ടും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോ ഏട്രിയത്തിൽ കൂടുന്ന സമയത്ത് ഏട്രിയ അവിടെ റിലീസ് ചെയ്യുന്നു ANF. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വാസോ ഡയലേഷൻ എന്ന് പറയുന്ന സമയത്ത് ബ്ലഡ് വെസൽ ഇല്ലേ, അതിനെ ഡയലേറ്റ് ചെയ്യണം. അപ്പം ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ബ്ലഡ് വെസലിനെ വൈഡൻ ചെയ്യിക്കും, അതൊന്ന് വട്ടം കൂട്ടും. അപ്പൊ അങ്ങനെ വാസോ ഡയലേഷൻ സംഭവിക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത്, ഈ പ്രഷർ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ അവിടെ കുറയും. അതാണ് ഈ ഡിക്രീസ് ബ്ലഡ് പ്രഷർ വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ D ആണ് നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. One of the following organism is not included in the phylum Mollusca. Phylum Molluscയിൽ ഉൾപ്പെടാത്ത താഴ്ന്നിരിക്കുന്ന ഏതാണ്? അപ്പോൾ phylum Molluscയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയണം. കീറ്റോപ്ലൂറ, അപ്ലീസിയ, ഒഫ്യൂറ, ലോലിഗോ. ഇതിൽ ഏതാണ്? ഓപ്ഷൻ C ആണ് കേട്ടോ. ഒഫ്യൂറയാണ് അതിൽ ഉൾപ്പെടാത്ത. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അന്ന് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് തസ്തികയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബയോളജിയുടെ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.